ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം എന്താണ് ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പുതിയ ടെക്സ്റ്റാണ് ഇന്ന് മുതൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ലെസൺ ചാപ്റ്റർ 1 മിഡീവൽ ഇന്ത്യ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ലെസണിൽ പഠിക്കാനുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഒബ്സർവ് ദ ഫിഗർ ഗിവൺ എബവ്. അപ്പോൾ എന്താണ് മേലെ 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ദീസ് ആർ ദ ഹിസ്റ്റോറിക്കൽ റിലിക്സ് ഓഫ് 2 കിങ്ഡംസ് ദാറ്റ് റൂൾഡ് മിഡീവിയൽ ഇന്ത്യ. മിഡീവിയൽ ഇന്ത്യ സമയത്ത്, അതായത് മധ്യകാലഘട്ടത്ത് ഭരിച്ചിരുന്ന ആ സമയത്ത് ഉണ്ടായിരുന്ന 2 ഹിസ്റ്റോറിക്കൽ റിലിക്സ് ആണ് മേലെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ഈ റെഡ് ഫോർട്ടാണ്. രണ്ടാമത്തെ നമുക്ക് അത്ര ഫെമിലിയർ അല്ല. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അതൊക്കെ എന്താണെന്ന്. You might have seen our Prime Minister hosting the national flag here on Independence Day. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് പ്രൈം മിനിസ്റ്റർ ഇതിൻ്റെ മേലാണ് എന്ത് ചെയ്യുക, നാഷണൽ ഫ്ലാഗ് ഉയർത്തുക. ഓക്കെ, ദ ഫസ്റ്റ് ഫിഗർ ഈസ് ദ റെഡ് ഫോർട്ട് ബിൽഡ് ഇൻ ഡൽഹി ഡ്യൂറിങ് ദ റെയിൻ ഓഫ് മുഗൾ എംപറർ ഷാജഹാൻ. അപ്പോൾ ആര് സമയത്താണ് ഈ റെഡ് ഫോർട്ട് ഉണ്ടാക്കിയത്? ഷാജഹാൻ, മുഗൾ എംപററായ ഷാജഹാൻ ഭരിച്ചിരുന്ന സമയത്ത്. ഈ രണ്ടാമത്തെ പിക്ചർ എന്താ? ദ സെക്കൻഡ് ഈസ് ദ ഫിഗർ ഓഫ് ഹംപി, ദ ക്യാപിറ്റൽ ഓഫ് വിജയനഗര ദ എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ ഡ്യൂറിങ് ദ സെയിം പീരീഡ്. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇപ്പോൾ ഈ ഷാജഹാനും ഒക്കെ ഭരിച്ചിരുന്ന ഈ മുഗൾ പീരീഡ്, മുഗൾ എംപററിൻ്റെ സമയത്ത് തന്നെയാണ് ഈ രണ്ടാമത്തെ പിക്ചറിൽ കാണുന്ന ഹംപിയും ഉണ്ടായത്. ഇതാണ് ക്യാപിറ്റൽ ഓഫ് വിജയനഗര. അപ്പോൾ അത് ഏതാണ് സ്ഥലം? ഹംപിയാണ് അല്ലേ. Let's have a discussion on these 2 kingdoms in this chapter. അപ്പോൾ ഈ 2 കിങ്ഡത്തിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുഗൾ റൂൾ. ബാബർ എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ ഇൻ 1526. അപ്പോൾ ആരാണ് മുഗൾ റൂൾ കൊണ്ടുവന്നത്? ബാബറാണ്. ഇൻ 1526 ദ മുഗൾസ് റൂൾഡ് ഇന്ത്യ ടിൽ 1857. അപ്പോൾ 1526 മുതൽ 1857 വരെ എന്തായിരുന്നു, മുഗൾ ഭരിച്ചു. വിത്ത് ഡൽഹി ആസ് ദെയർ ക്യാപിറ്റൽ. അവരുടെ ക്യാപിറ്റൽ ഏതായിരുന്നു? ഡൽഹി ആയിരുന്നു. ഡു യു നോ ദ മെയിൻ റൂളേഴ്സ് ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്? അപ്പോൾ എന്താണ് ഈ മുഗൾ പീരീഡിലുള്ള മെയിൻ റൂളേഴ്സ് ആരൊക്കെയാണ്? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, അതുപോലെ ഔറംഗസീബ്. ഓക്കെ, അപ്പോൾ അവർ എത്ര കാലം ഭരിച്ചു എന്നൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ബാബർ എത്രയാണ്? 1526 മുതൽ 1530 വരെ. ഹുമയൂൺ 2 വട്ടം ഭരിച്ചിട്ടുണ്ട്, 1530 മുതൽ 1540 വരെയും, അതുപോലെ തന്നെ 1555 മുതൽ 1556 വരെ. ദെൻ അക്ബർ 1556 മുതൽ 1605. അങ്ങനെ ജഹാംഗീറും ഷാജഹാനും ഔറംഗസീബും ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. You may have identified the important Mughal rulers from the pictures. Collect pictures of Mughal kings and prepare an album. അപ്പോൾ ഈ മുഗൾ കിങ്സിൻ്റെ പിക്ചർ കളക്ട് ചെയ്യുക, എന്നിട്ടൊരു ആൽബം ആക്കാൻ. ഓക്കെ, ദ മുഗൾസ് ഹാഡ് എ വെരി വാസ്റ്റ് കിങ്ഡം. ഇൻ അഡീഷൻ ടു ടുഡേയ്സ് ഇന്ത്യ, ദ മുഗൾ ഹാസ് സ്പ്രെഡ് ടു ദ നൈബറിങ് കൺട്രീസ് ഓൾസോ. അപ്പോൾ എന്താണ്, മുഗൾ ഭരിച്ചിരുന്ന ആ സ്ഥലങ്ങളൊക്കെയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മാപ്പ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സ്ഥലങ്ങളൊക്കെ അപ്പുറത്ത് എഴുതാനൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കൂട്ടുകാരെ എഴുതി ചേർക്കുക. Emperor Akbar, who shook the East, passed away. Akbar was indeed a great emperor. Even while having great commands over his subjects, they all loved him, respected him, and was always submissive to him. He administered equal justice without any distinction of high, low caste, familiar or unfamiliar. He considered Hindu, Christian, Muslim alike. He treated the strong with force and the weak with mercy. He was lovely by all. അപ്പോൾ എംപറർ അക്ബറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എംപറർ അക്ബർ എങ്ങനെയായിരുന്നു? ഒരു വളരെ നല്ല മനുഷ്യരായിരുന്നു. പാവങ്ങളെയും പാവപ്പെട്ടവരെയും എല്ലാവരെയും ഒരുപോലെ തന്നെ കണ്ടു. ഹൈ എന്നോ ലോ എന്നോ അങ്ങനെ ഒരു വേർതിരിവും അക്ബറിന് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യനും ഒക്കെ ഒരുപോലെയാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്തത്.
ചെയ്തത് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ ഫോഴ്സ് കൊണ്ടും അതുപോലെ തന്നെ വീക്കായവരോട് മേഴ്സി കൊണ്ടുമാണ് അദ്ദേഹം ഫൈറ്റ് ചെയ്തിരുന്നത്. ദിസ് ഈസ് ആൻ ഓബിറ്ററി റിട്ടൺ ബൈ ദ ജ്യൂസ്റ്റിക് പ്രീസ്റ്റ് പിയറി ജാരിയാക് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എംപറർ അക്ബർ. അപ്പോൾ അക്ബർ മരിച്ചതിന് ശേഷം ഒരു റൈറ്റർ എഴുതിയതാണിത്. വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ മുഗൾ റൂളർ അക്ബർ ഫ്രം ദ എബവ് നോട്ട്സ്. അപ്പോൾ എന്തൊക്കെ ഇൻഫോർമേഷനാണ് അക്ബറിനെ കുറിച്ചിട്ട് ഈ മേലത്തെ നോട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഒന്ന് അവർ തന്നിട്ടുണ്ട്, അക്ബർ വാസ് എ പവർഫുൾ റൂളർ. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളതും ഇതിൽ നോക്കിയിട്ട് എഴുതുക. എന്താണ് ഹൈ എന്നോ ലോ എന്നോ അങ്ങനെ ഒരു വ്യത്യാസമില്ലാണ്ട് എല്ലാവരെയും ഒരുപോലെ ആയിരുന്നു അക്ബർ ട്രീറ്റ് ചെയ്തിരുന്നത്. ഹി ട്രീറ്റഡ് ദ സ്ട്രോങ് വിത്ത് ഫോഴ്സും ദെൻ വീക്കിനെ മേഴ്സി കൊണ്ടും ആണ് ട്രീറ്റ് ചെയ്തിരുന്നത്. അക്ബർ എല്ലാവരെയും സ്നേഹിച്ചിരുന്നു. അപ്പോൾ ആ പോയിന്റ്സ് ഒക്കെ എഴുതുക. ഓക്കെ. In 1575, Akbar built Ibadat Khana in his new capital, Fatehpur Sikri. Scholars and dignitaries of various religions used to gather here. This discussion speaks volumes about Akbar's policy of religious tolerance. അപ്പോൾ എന്താണ്? അപ്പോൾ 1575 അക്ബർ ഇബാദത്ത് ഖാന എന്ന് പറഞ്ഞൊരു ന്യൂ ക്യാപിറ്റൽ ഉണ്ടാക്കി. ഓക്കെ. അവിടെ ഈ സ്കോളേഴ്സും ഡിഗ്നിറ്ററീസൊക്കെ വന്നിട്ട് ഈ വാരിയസ് റിലീജിയനിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അവിടെ കൂടും. എന്നിട്ട് അവരെന്താ ചെയ്യുക? ദീസ് ഡിസ്കഷൻ സ്പീക്സ് വോളിയം അബൌട്ട് അക്ബേഴ്സ് പോളിസി ഓഫ് റിലീജിയസ് ടോളറൻസ്. അപ്പോൾ അക്ബറിൻ്റെ പോളിസിയെ പറ്റിയും എല്ലാം അവിടെ ഇരുന്നിട്ട് സംസാരിക്കും. അക്ബർ ക്രിയേറ്റഡ് ദിൻ ഇലാഹി ഹിസ് വിഷണറി റിലീജിയൻ ബൈ കമ്പൈനിങ് ദ ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഓൾ റിലീജിയൻസ്. അപ്പോൾ അക്ബർ എന്ത് ചെയ്തു? പുതിയൊരു റിലീജിയൻ ഉണ്ടാക്കി. ദിൻ ഇലാഹി എന്ന് പറഞ്ഞിട്ട് ഒരു റിലീജിയൻ ഉണ്ടാക്കി. അതിലെന്താണ്? എല്ലാ റിലീജിയൻ്റെയും ഗുഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു റിലീജിയൻ ഉണ്ടാക്കി. അതെന്താണ്? ദിൻ ഇലാഹി. പീസ് ടു ഓൾ ഓർ സുലഹ് കുൽ ഈസ് ദ കോർ ഓഫ് ദിസ് വിഷൻ. അപ്പോൾ എന്താണ് സുലഹ് കുൽ എന്നാണ് അതിൻ്റെ ഈ ഉണ്ടാക്കിയ റിലീജിയൻ്റെ വിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്? പീസ് ടു ഓൾ, എല്ലാവർക്കും സമാധാനം. He aimed to clarify the idea that all visions are for the welfare of human beings. അപ്പോൾ എന്താണ്? ഇതെല്ലാം മനുഷ്യന്മാരുടെ വെൽഫെയറിനും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയാണ് എല്ലാ റിലീജിയനും എന്തൊക്കെയായിരുന്നു ഈ അക്ബറിൻ്റെ മനസ്സിൽ. ഓക്കെ. The abolition of the religious tax called jizya proved that Akbar followed tolerance in the administrative field as well. People from all sects were treated equally in all spheres of the Mughal rule. Raja Todarmal, Raja Mansingh, Raja Bhagwandas and Birbal was prominent among those who held high position in the royal court of Emperor Akbar. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ള കാര്യം എന്താണ്? അക്ബറിൻ്റെ സമയത്ത് അപ്പോൾ റോയൽ കോർട്ടിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടായത് ഹൈ പൊസിഷൻ വഹിച്ചിരുന്നത് ആരൊക്കെയായിരുന്നു? രാജ ടൊഡർമാൽ, രാജ മൻസിംഗ്, ദെൻ രാജ ഭഗവന്താസ്, ബീർബൽ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഒരു എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ്, അതൊന്ന് ജസ്റ്റ് വായിച്ചു പോവാം. മുഗൾ സുൽത്താൻ ജഹാംഗീർ റെക്കോർഡഡ് ഇൻ ഹിസ് മെമ്മർ Turuski Jahangir that Akbar had ordered his followers, "My followers should not waste time in enmity with our other religions. They let the concept of sulugul be applied to all belonging to other religions. Do you kill animals or take up arms except in times of wars?" അപ്പോൾ ഇതെന്താണ്? ഇത് എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. The Mughal army. During the Mughal period, a strong army was needed to expand the kingdom as well as to maintain the expanded kingdom. അപ്പോൾ എന്താണ് ഈ ഒരു മുഗൾ പീരീഡ് നല്ലപോലെ കിങ്ഡം നല്ലപോലെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ആർമി വേണമായിരുന്നു. മൻസബ്ദാരി വാസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലന്റഡ് ബൈ അക്ബർ ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ ഈ ആവശ്യത്തിന് വേണ്ടി അക്ബർ കൊണ്ടുവന്നതാണ് എന്ത്? അക്ബർ ഒരു മിലിറ്ററി സിസ്റ്റം
സിസ്റ്റം കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ പേരെന്താണ്? മൻസബ്ദാരി മിലിറ്ററി സിസ്റ്റം. അക്കോർഡിംഗ് ടു ദിസ് സിസ്റ്റം, ഈ സിസ്റ്റം അനുസരിച്ച് ഈച്ച് ഓഫീസർ ഹാഡ് എ റെഗിമെൻറ്റ് അണ്ടർ ഹിം. ദ ടൈറ്റിൽ മൻസബ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് കാവൽറി ഈച്ച് ഓഫീസർ ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ. എന്താണ്? ഈ സിസ്റ്റം അനുസരിച്ച് ഈച്ച് ഓഫീസർ ഹാഡ് എ റെഗിമെൻറ്റ് അണ്ടർ ഹിം. അപ്പോൾ ഓരോ ഓഫീസറുടെ അണ്ടറിലും കുറച്ച് ആൾക്കാരുണ്ടാവും. ഇത് ടൈറ്റിൽ മൻസബ് എന്ന ടൈറ്റിൽ കൊണ്ട് എന്താ റെഫർ ചെയ്യുന്നത്? നമ്പർ ഓഫ് കാവൽറി ഈച്ച് ഓഫീസർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ. ദ റാങ്ക് ഓഫ് ദ മൻസബ് വാസ് ഡിറ്റർമൈൻഡ് ബൈ ദ നമ്പർ ഓഫ് സോൾജേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ്. അപ്പോൾ എന്താണ്? എത്ര സോൾജേഴ്സിനെ ഓരോ മൻസബ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് അവരുടെ അവരുടെ റാങ്ക് വരിക. ദിസ് സിസ്റ്റം വാസ് ഇംപ്ലിമെൻറ്റഡ് ആസ് എൻ ആൾട്ടർനേറ്റീവ് ടു മെയിൻറ്റെയിൻ ആർമി പേയിങ് ഡയറക്ട്ലി ഫ്രം ദ സ്റ്റേറ്റ് എക്സിക്യൂർ. മൻസബ്ദാർസ് were allotted land according to their ranks. The Mansabdar maintained his army by collecting tax from land allotted to them. അപ്പോൾ എന്താണ്? ഈ മൻസബ്ദാർ ഈ ആർമിനെ മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെയാണ്? ബൈ കളക്ടിങ് ടാക്സ് ഫ്രം ദ ലാൻഡ് അലോട്ടഡ് ടു ദം. അവർക്ക് കൊടുത്ത ലാൻഡിൽ നിന്ന് ടാക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട്. ദ സപ്പോർട്ട് ഓഫ് ദ നോബൽസ് ആൻഡ് ദ മിലിറ്ററി വാസ് നെസസറി ടു ക്യാരി ഫോർവേഡ് ദ റിഗം സ്ട്രോങ്ലി. മൻസബ്ദാരി സിസ്റ്റം വാസ് ഇംപ്ലിമെൻറ്റഡ് ടു അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്ത്? മൻസബ്ദാരി സിസ്റ്റം. അപ്പോൾ എന്തായിരുന്നു മൻസബ്ദാരി സിസ്റ്റം? മൻസബ്ദാരി സിസ്റ്റം പറയുന്നത് ഒരു മിലിറ്ററി സിസ്റ്റം. ഈ അക്ബറിൻ്റെ കാലത്ത് അക്ബർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു മിലിറ്ററി സിസ്റ്റമാണ് മൻസബ്ദാരി. The Mughal administration. Let us see the measure adopted for administrative convenience during the Mughal period. അപ്പോൾ മുഗൾ കാലഘട്ടത്തിൽ ഓരോ ഭാഗങ്ങളായിട്ട് മുഗൾ കിങ്ഡം തിരിച്ചു. അതെന്താണ്? സുബ, സർക്കാർ, പരാഗണ, then ഗ്രാമ. It was during Akbar's regime in Mughal rule that such an administrative order was effectively formed. അപ്പോൾ ഈ ഒരു ഘടന വന്നത് ആരുടെ സമയത്താണ്? അക്ബറിൻ്റെ സമയത്താണ്. The emperor was the sovereign authority of the country, the commander in chief, the lawmaker and the supreme judge. അപ്പോൾ ഈ എംപറർ ആയിരുന്നു sovereign authority of the country, അതുപോലെ തന്നെ കമാൻഡർ ഇൻ ചീഫ്, ലോ മേക്കറും സുപ്രീം ജഡ്ജും എല്ലാം ഈ എംപറർ തന്നെയായിരുന്നു. ഡ്യൂറിങ് ദ മുഗൾ പീരിയഡ് there were no separate courts for the administration of justice as today. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഓരോ അഡ്മിനിസ്ട്രേഷൻസും ജസ്റ്റിസിന് വേണ്ടിയിട്ടുള്ള ഓരോ കോർട്ടും കാര്യങ്ങളും ഒന്നും മുഗൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇൻസ്റ്റഡ് ലോക്കൽ റിലീജിയസ് scholars Ghazi investigated and adjudicated disputes. Those who were dissatisfied with the decision had the opportunity to complain directly to the emperor. അപ്പോൾ എന്തായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്? ആരായിരുന്നു? ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് ആയിരുന്നു. ഗാസി എന്നായിരുന്നു അവരെ പറയാം. അപ്പോൾ ഇവരുടെ ഡിസിഷനിൽ എന്തെങ്കിലും തെറ്റായിട്ട് ജനങ്ങൾക്ക് തോന്നിയാൽ ഡയറക്റ്റായിട്ട് എംപററിനോട് വന്ന് പറയാം. അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. മിനിസ്റ്റേഴ്സ് ആൻഡ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വർ അപ്പോയിൻറ്റഡ് ടു അഡ്വൈസ് ദ കിങ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. അപ്പോൾ എന്താണ്? മിനിസ്റ്റേഴ്സും അതുപോലെ തന്നെ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഹെഡ് എന്ത് ചെയ്യും? ഓരോന്നിനും കിങ്ങിന് ഓരോ അഡ്വൈസൊക്കെ കൊടുക്കും. ഈ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള കിങ്ങിന് ആവശ്യമായ അഡ്വൈസസ് ഒക്കെ ആര് കൊടുക്കും? മിനിസ്റ്റേഴ്സും അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഹെഡ് കൊടുക്കും. പിന്നെ നമ്മൾ ആ കാലഘട്ടത്തിലെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. യൂറോപ്യൻ ട്രാവലേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഹു വിസിറ്റഡ് ഇന്ത്യ അറ്റ് ദാറ്റ് ടൈം റെക്കോർഡഡ് അബൌട്ട് ദ സൊസൈറ്റി ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. അപ്പോൾ എന്താണ്? യൂറോപ്യൻ ട്രാവലേഴ്സും ട്രേഡേഴ്സും ഒക്കെ ആ സമയത്ത് ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വന്നിരുന്നു. അവരെന്തായിരുന്നു? മുഗൾ പീരീഡിൻ്റെ ഓരോ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്നു. എ ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ ദാറ്റ് ടൈം. അപ്പോൾ ആ സമയത്ത് എന്ത് സിസ്റ്റമായിരുന്നു? ഒരു ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റമായിരുന്നു എക്സിസ്റ്റ് ചെയ്തത്. സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ്. അപ്പോൾ എന്താണ്? ഇതനുസരിച്ച് സൊസൈറ്റി 5 സ്ട്രാറ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു.
The common man was at the bottom of society with the king at the top. അപ്പോൾ എന്തായിരുന്നു, സാധാ മനുഷ്യന്മാർ ഏറ്റവും സൊസൈറ്റിയുടെ ഏറ്റവും താഴത്തും അതുപോലെ തന്നെ കിങ് ആയിരുന്നു ഏറ്റവും മുകളിൽ. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ ഡിപ്പെൻഡഡ് ഓൺ വേജസ് ആൻഡ് ഇൻകം. അപ്പോൾ ഇവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എങ്ങനെയായിരുന്നു കണക്കാക്കിയിരുന്നത്, അവർക്ക് കിട്ടുന്ന വേജസും ഇൻകവും ഒക്കെ നോക്കിയിട്ടായിരുന്നു ഇവരുടെ സ്റ്റാൻഡേർഡ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വർ ഫാമേഴ്സ്. അപ്പോൾ ഇതിൽ കൂടുതൽ ആൾക്കാർ എന്തായിരുന്നു, കൃഷിക്കാരായിരുന്നു, ഫാമേഴ്സ് ആയിരുന്നു. കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റഡ് അമംഗ് ദം. അപ്പോൾ അവർക്കിടയിൽ എന്ത് നിലനിന്നിരുന്നു, കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. അപ്പോൾ ഓരോ കാസ്റ്റിനും അവരുടേതായ കസ്റ്റംസും അവരുടേതായ റിച്വൽസും ഉണ്ടായിരുന്നു. ട്രാവനിയർ, എ ഫ്രഞ്ച് ട്രാവലർ ഹു വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദ മുഗൾ പീരിയഡ് റെക്കോർഡഡ് ദ സോഷ്യൽ കണ്ടീഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽസ് ഓഫ് പീപ്പിൾ അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ സമയത്ത് ഈ മുഗൾ പീരീഡിൽ ഇന്ത്യ കാണാൻ വന്നൊരു ഫ്രഞ്ച് ട്രാവലറാണ് ടാവർണിയർ. അപ്പോൾ അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സോഷ്യൽ കണ്ടീഷനും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ദർ എക്സിസ്റ്റഡ് വൈഡ് ഡിഫറൻസ് ഇൻ ദ വേ ഓഫ് ലൈഫ്, ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ക്ലോത്തിങ് ഓഫ് പീപ്പിൾ ഫ്രം പ്ലേസ് ടു പ്ലേസ്. അപ്പോൾ എന്താണ്, ഓരോ സ്ഥലത്തും എന്തൊക്കെ വ്യത്യാസമായിരുന്നു എന്നാണ് പറയണത്, ഫുഡ് ഹാബിറ്റും അതുപോലെ തന്നെ വേ ഓഫ് ലൈഫും ക്ലോത്തിങ്ങും എല്ലാം തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ഇൻ ഹിസ് മെമ്മറീസ് റെക്കോർഡഡ് ദ ലേബർ സിസ്റ്റം ആൻഡ് കാസ്റ്റ് സിസ്റ്റം പ്രിവെയിൽഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദോസ് പീരീഡ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ലേബർ സിസ്റ്റം, കാസ്റ്റ് സിസ്റ്റം ഒക്കെ തന്നെ എക്സിസ്റ്റ് ആയിരുന്നു ആ സമയത്ത്. അതൊക്കെ ഈ ഫ്രഞ്ച് ട്രാവലർ നോട്ട് ചെയ്തിട്ടുണ്ട്. Agra and Fatehpur Sikri were larger than the city of London and was always bustling with people. The 12-mile distance between these cities are filled with markets selling food and other items all along the way. അപ്പോൾ എന്താണ്, ആഗ്ര, ഫത്തേപൂർ സിക്രി എന്ന് പറഞ്ഞാൽ ലണ്ടനേക്കാൾ വലിയ രണ്ട് സിറ്റികളാണ്. അപ്പോൾ അവർക്ക് തമ്മിൽ കുറേ ഡിസ്റ്റൻസ്, 12 മൈൽ ദൂരമുണ്ട്. അപ്പോൾ അവർക്കിടയിലെല്ലാം ഫുൾ എന്തായിരുന്നു, കച്ചവടക്കാരായിരുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് സിറ്റീസിനെ കുറിച്ച് പറയാണ്. എബവ് ഇസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് 2 cities in India by Raffles, an Englishman who visited India during the Mughal period. അപ്പോൾ എന്താണ്, രണ്ട് സിറ്റീസിനെ കുറിച്ചിട്ടാണ് മേലെ പറയുന്നത്. ഫ്രം ദിസ് ഡിസ്ക്രിപ്ഷൻ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ എക്കണോമിക് പ്രോഗ്രസ് വി ഹാഡ് അച്ചീവ്ഡ് ഡ്യൂറിങ് ദ മുഗൾ റൂൾ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോഴത്തെ എക്കണോമിക് പ്രോഗ്രസ് എത്രമാത്രം ഉണ്ടായിരുന്നു എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അഗ്രികൾച്ചർ അച്ചീവ്മെൻറ്റ്സ് വർ ദ ബേസിസ് ഫോർ ദിസ് എക്കണോമിക് പ്രോഗ്രസ്. അപ്പോൾ ഈ പ്രോഗ്രസിൻ്റെ ഒക്കെ അടിത്തറ എന്ന് പറയുന്നത് എന്തായിരുന്നു, അഗ്രികൾച്ചർ തന്നെയായിരുന്നു. റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ ആൻഡ് ഓയിൽ സീഡ്സ് വർ ദ മേജർ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഓഫ് ദ ടൈം. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന മെയിൻ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്, റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ, ഓയിൽ സീഡ് എല്ലാമായിരുന്നു. അബുൽ ഫസൽ ഇൻ ഹിസ് ബുക്ക് ഐൻ അൽ Akbari recorded that Indians cultivated different varieties of rice. The farmers was not evicted from the land as long as he paid tax. അപ്പോൾ എന്തായിരുന്നു, അപ്പോൾ ഈ അബുൽ ഫസൽ ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് റൈസ് ഉണ്ടായിരുന്നു എന്ന്. ദെൻ ഈ ഫാമേഴ്സ് അവരുടെ ലാൻഡിൽ നിന്ന് അവരെ പറഞ്ഞയക്കില്ല ഏത് വരെ, ആസ് ലോങ് ആസ് പേ ടാക്സ് കൊടുക്കുന്നവരെ. അപ്പോൾ ടാക്സ് നിർത്തിയാലോ അവർക്ക് അതുമായിട്ട് യാതൊരു അവകാശവുമില്ല. അങ്ങനെയായിരുന്നു. ദ യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് ന്യൂ ടൂൾസ് എൻറിച്ച്ഡ് ദ അഗ്രികൾച്ചറൽ സെക്ടർ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. ദ പേർഷ്യൻ വീൽ ആൻഡ് കനാൽസ് വർ വൈഡ്ലി യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. അപ്പോൾ എന്തായിരുന്നു, പുതിയ ടെക്നോളജീസ് അപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെ ഒരു ടെക്നോളജി കാര്യമാണ് എന്ത്, ഇറിഗേഷന് വേണ്ടിയിട്ട് പേർഷ്യൻ വീലും അതുപോലെ തന്നെ കനാൽസും ഉപയോഗിച്ചിരുന്നു. പേർഷ്യൻ വീലിൻ്റെ ചിത്രമാണ് മേലെ കൊടുത്തിട്ടുള്ളത്. ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, ആക്സിലറേറ്റഡ് ട്രേഡ് ആൻഡ് അർബണൈസേഷൻ. ഗുജറാത്ത് വാസ് ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ്. അപ്പോൾ ഫോറിൻ ഗുഡ്സിൻ്റെ ഗേറ്റ് വേ എന്തായിരുന്നു, ഗുജറാത്ത് ആയിരുന്നു. ദ മെയിൻ എക്സ്പോർട്ട് ഐറ്റംസ് വർ ടെക്സ്റ്റൈൽസ്, മസ്ലിൻ, ഷുഗർ ആൻഡ് റൈസ്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്തിരുന്ന മെയിൻ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു, ടെക്സ്റ്റൈൽസ്, മസ്ലിൻ, ഷുഗേഴ്സ് ആൻഡ് റൈസ്. വാട്ടർ ട്രാൻസ്പോർട്ട്
transport made significant progress during the period. The major cities of the period were Dhaka, Murshidabad, Surat, Lahore, Agra, etc. അപ്പോൾ അപ്പോഴത്തെ മെയിൻ സിറ്റീസ് മേജർ സിറ്റീസ് ഏതൊക്കെയായിരുന്നു? ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര. ഇനി നമുക്ക് അവിടുത്തെ കൾച്ചറൽ ഇൻ്റഗ്രേഷനെ കുറിച്ച് നോക്കാം. നമ്മൾ മേലൊരു പിക്ചർ കണ്ടായിരുന്നു. ദിസ് ഈസ് ദ ഫ്രണ്ട് കവർ ഓഫ് മഹാഭാരത ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യ ഡ്യൂറിങ് ദ മുഗൾ എറ. അപ്പോൾ എന്താണ് ഇത്? മഹാഭാരതത്തിൻ്റെ ഫ്രണ്ട് കവറാണ്. അത് എന്ത് ചെയ്തു? പേർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ബൈ ദാരാ സുഗോഗ്, ദ സൺ ഓഫ് മുഗൾ റൂളർ ഷാജഹാൻ. അപ്പോൾ ഷാജഹാൻ്റെ സണ്ണായ ദാരാ സുഗോഗ് ആണ് എന്ത് ചെയ്തത്? ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദ മുഗൾസ് ബ്ലെൻഡിങ് വിത്ത് ഇന്ത്യൻ കൾച്ചർ. അപ്പോൾ മുഗൾസ് ഇന്ത്യൻ കൾച്ചറിനോട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത്. സച്ച് ബ്ലെൻഡിങ് ഓഫ് കൾച്ചർ ടുക്ക് പ്ലേസ് ഇൻ മെനി റീജിയൻസ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക് സം എക്സാമ്പിൾസ് ഓഫ് സച്ച് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇങ്ങനെ ബ്ലെൻഡ് വന്നിട്ടുള്ള കുറച്ച് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എന്താണ് നമ്മൾ പിക്ചറിൽ കാണുന്നത്? താജ്മഹലാണിത്. താജ്മഹൽ, ആഗ്ര ഫോർട്ട് ആൻഡ് റെഡ് ഫോർട്ട് ആർ എക്സാമ്പിൾസ് ഓഫ് ദ ഫ്യൂഷൻ ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈൽ വിത്ത് ദ പേർഷ്യൻ സ്റ്റൈൽ ബ്രോഡ് ബൈ ദ മുഗൾസ്. അപ്പോൾ എന്താണ്? അപ്പോൾ ഈ താജ്മഹൽ അതുപോലെ തന്നെ ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ട് ഒക്കെ എന്തിനാണ്? ഒരു ഫ്യൂഷനാണ്. ഇന്ത്യൻ കൾച്ചറിൻ്റെയും പേർഷ്യൻ്റെയും കൂടിയിട്ടുള്ള ഒരു ഫ്യൂഷനാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ഉറുദു, എ ന്യൂ ലാംഗ്വേജ് വാസ് ഓൾസോ ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി ലാംഗ്വേജസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അതുപോലെ തന്നെ പേർഷ്യനും ഹിന്ദിയും കൂടി മിക്സ് ചെയ്തിട്ട് പുതിയ ഒരു ലാംഗ്വേജ് ഫോം ചെയ്തു. ആ ലാംഗ്വേജ് ആണ് എന്ത്? ഉറുദു. ഹിന്ദുസ്ഥാനി മ്യൂസിക് ഓൾസോ ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് സിന്തസിസ്. അപ്പോൾ ഇങ്ങനെ ഫ്യൂഷൻ വന്നിട്ടുള്ള ഒരു മ്യൂസിക്കാണ് എന്ത്? ഹിന്ദുസ്ഥാനി മ്യൂസിക്. The Mughal era witnessed similar types of integration in all walks of life. അപ്പോൾ എന്താ? ആഗ്ര ഫോർട്ടിൻ്റെ പിക്ചറാണ് മേലെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഇന്നത്തെ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ പാർട്ട് 2 ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞത് കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.